മലപ്പുറം നിലമ്പൂർ കരുളായിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി. പാലാങ്കര പാലത്തിന് സമീപത്തെ റവന്യൂ ഭൂമിയിലെ കിണറ്റിൽ വീണ ആനയെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെയാണ് കിണറ്റിൽ വീണ ആനയെ പ്രദേശവാസികൾ കണ്ടത്. പിന്നീട് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. സമീപത്തെ മണ്ണ് നീക്കി കിണറിടിച്ചാണ് ആനയെ പുറത്തെത്തിച്ചത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. ഗോകുൽ, അങ്ങനെ ആനയെ പരിക്കുകളില്ലാതെ പുറത്തെടുക്കാനായല്ലേ? ഗോകുൽ, തീർച്ചയായും വലിയ പരിക്കൊന്നുമില്ലാതെ ആനയെ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ആന പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള കൃഷിഭൂമിയിൽ കൃഷിനാശം വിതച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്നു. ഈ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുകയും കാർഷിക ഭൂമിയിലെ വിളകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. ഇനിയിപ്പോൾ ഈ കാട്ടാന കിണറ്റിൽ വീണതിനാൽ ആളുകൾക്കോ അല്ലെങ്കിൽ കൃഷിഭൂമിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ആനയെ രക്ഷപ്പെടുത്താനും സാധിച്ചു. ഇത് പുലർച്ചെയാണ് ഈ കിണറിൽ ആന വീണ് കിടക്കുന്ന പ്രദേശവാസികൾ കാണുന്നത്. റവന്യൂ ഭൂമിയിലെ ഒരു കിണറാണ്. കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ്. ആനയെ ഉൾക്കൊള്ളാൻ വലിപ്പത്തിലുള്ള ഒരു കിണർ തന്നെയായിരുന്നു. ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കിണറിന്റെ വശങ്ങൾ ഇടിച്ച് റിങ്ങൊക്കെ തകർത്തതിന് ശേഷമാണ് ആനയെ പുറത്തേക്ക് എത്തിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും. ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മണ്ണിടിയുന്നതിനാൽ റിങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കിണർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മണ്ണുമാന്തി യന്ത്രം തന്നെ ഉപയോഗിച്ച മണ്ണ് നീക്കിയതിനു ശേഷം റിങ്ങിന്റെ ഒരു ഭാഗം തകർത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടതിനാൽ ആനയെ ചെറുതായി ഒന്ന് ഉയർത്തി മുകളിലേക്ക് വിടുകയായിരുന്നു. ആന ഇപ്പോൾ കാട് കയറിയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഗോകുൽ, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.